അപ്പോൾ എല്ലാവർക്കും കോട്ടോക്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ടോക്ക് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ API കുറിച്ചാണ്. അപ്പോൾ ഇത് നമ്മുടെ Node.js ലേണിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ പ്രൊജക്ട് സ്ട്രക്ചർ എങ്ങനെയാണ്, അതുപോലെ തന്നെ PostgreSQL എങ്ങനെയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്, അങ്ങനെയെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഓപ്പൺ API കുറിച്ച് പറയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതാണ് നമ്മുടെ പ്രൊജക്റ്റ്, എന്ത് പ്രൊജക്റ്റാണ് നമ്മൾ ഒരു ഡെമോക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലേണിംഗ് സെഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതിൻ്റെ ഓപ്പൺ API സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഓപ്പൺ API എന്താണെന്ന് ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അറിയായിരിക്കാം, ചിലർക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. കാരണം നമ്മൾ നോർമലി നമ്മൾ കോഡിങ് അല്ലെങ്കിൽ ഒരു Node.jsന്റെ ലേണിംഗ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ഒരു Node.jsന്റെ കോഡ് എടുക്കുന്നു, Node.jsന് എടുക്കുന്നു, എക്സ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്നു, നമ്മൾ റൂട്ട്സ് ഡിഫൈൻ ചെയ്യുന്നു, റൂട്ട്സ് എഴുതുന്നു. ഇതാണ് നമ്മുടെ നോർമൽ പ്രോസസ്സ്. അത് കുഴപ്പമില്ല, കാരണം നമുക്ക് പെട്ടെന്ന് ഗെറ്റ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ Node.js പഠിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളത് പെട്ടെന്ന് നമ്മൾ നോക്കുന്നു, ദാറ്റ്സ് ഓക്കെ. പക്ഷേ നമ്മൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോയിട്ട് നമ്മൾ ഫുള്ളി ഡെവലപ്പ് ചെയ്യല്ല ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, ഈവൻ ഞാനടക്കം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ആളാണ്. പക്ഷേ ആസ് വി മൂവ്, നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ പെട്ടെന്ന് ചാടിക്കേറിയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സംഭവമല്ല ഒരു API ഡെവലപ്മെൻറ്റ്. അല്ലെങ്കിൽ അത് നമുക്ക് ചെയ്യാം, നമ്മൾ ഒറ്റയ്ക്കാണ് ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായി ചെയ്യാം. കാരണം നമുക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട. ഈവൻ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ കൂടി നമുക്ക് ഒരു കറക്റ്റ് ഒരു ക്ലാരിറ്റി ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കിട്ടേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഓപ്പൺ API സ്പെക്ക് എന്താണെന്ന് ഇതിന് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ API സ്പെക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അതിൻ്റെ വേറൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, സ്വാഗറിൻ്റെ വേറെ റീബ്രാൻഡ് ചെയ്ത നെയിമാണ് ഓപ്പൺ API. ഓക്കെ, സ്വാഗർ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി കമ്പനി ഉണ്ട്. അപ്പോൾ അവർ ഈ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ എന്ത് ചെയ്തു, ഇതിലൂടെയും ഒരു ഓപ്പണിൽ ഒരു ഫ്രീലി ആക്സസിബിൾ എന്നുള്ള ലെവലിൽ ഓപ്പൺ API എന്ന് പറഞ്ഞിട്ട് റീബ്രാൻഡ് ചെയ്തു അതിനെ. അപ്പോൾ ഓപ്പൺ API എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് ഫോർ ഡിഫൈനിങ് റെസ്റ്റ്ഫുൾ APIs. ഓക്കെ, അതൊരു സ്റ്റാൻഡേർഡാണ് ആക്ച്വലി. ഓക്കെ, ഒരു ഇൻഡസ്ട്രി വൈഡ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ് ഓപ്പൺ API. എന്താണ് നിങ്ങളുടെ API? അപ്പോൾ ഒരു ഓപ്പൺ API സ്പെസിഫിക്കേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് API, എന്താണ് ഈ API ചെയ്യുന്നത്, എന്തെല്ലാം ഓപ്പറേഷൻസ് ആണ് ഈ API സപ്പോർട്ട് ചെയ്യുന്നത്, ഈ API ആയിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, ഈ APIനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇത്തരത്തിലുള്ള എല്ലാ ഇൻഫർമേഷൻസും സെൽഫ് എക്സ്പ്ലെയിനിങ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റിൽ കൂടെ നമുക്ക് കിട്ടും. അതാണ് ഓപ്പൺ APIയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, നിങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹ്യൂമൻസും ആസ് വെൽ ആസ് മെഷീനും റീഡബിൾ ആണ്. ഓക്കെ, സോ മെഷീൻ റീഡബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് സംതിങ് മെഷീൻ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും, അല്ലെങ്കിൽ മെഷീൻ റീഡബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഫ് മെഷീൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓർ റീഡ് ദാറ്റ് ഇറ്റ് ക്യാൻ മേക്ക് ഓട്ടോമേഷൻസ് ബേസ്ഡ് ഓൺ ദാറ്റ്. ഓക്കെ, അപ്പോൾ മെഷീൻസിനത് റീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് മെഷീൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമേഷൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും അറൗണ്ട് ദാറ്റ്. അത് ഭയങ്കര വലിയൊരു ഫീച്ചറാണ്. ഓക്കെ, സോ ദാറ്റ് എന്താണ്, നമുക്ക് ഓട്ടോമേറ്റഡ് ടൂൾസ് ഇഷ്ടം പോലെ നമുക്ക് അവൈലബിൾ ആയിരിക്കാം. ആർക്ക് വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ഈ APIനെ വെച്ചിട്ട് മോഡിഫൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് ജനറേഷൻ ടൂളുകളിലാണ് ഏറ്റവും മെയിനായിട്ട് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. അതുപോലെ ഡോക്യുമെന്റേഷൻ ജനറേഷൻ ടൂളുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നമുക്കൊരു സീംലെസ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഇന്ററാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റാണ് ഈ ഓപ്പൺ APIയുടെ സ്പെസിഫിക്കേഷൻ ഫോർമാറ്റ്. അതുപോലെ തന്നെ ഒരു API സർവീസിന്റെ സോഴ്സ് ഓഫ് ട്രൂത്ത് ആണ് ഓപ്പൺ API കോൺട്രാക്ട്. ഓക്കെ, സോ നിങ്ങളൊരു ഓപ്പൺ API കോൺട്രാക്ട് എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഓപ്പൺ API കോൺട്രാക്ട് നിങ്ങൾക്ക് ഒരാൾ തന്നു കഴിഞ്ഞു വെച്ചാൽ ആള് ആ ഒരു സിസ്റ്റത്തിന്റെ ഒരു കറണ്ട് സ്റ്റേറ്റ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ആ കറണ്ട് സ്റ്റേറ്റിൽ എങ്ങനെയാണ് സിസ്റ്റം ബിഹേവ് ചെയ്യുന്നു എന്നുള്ള ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ
പർട്ടിക്കുലർ കോൺട്രാക്റ്റിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം ഫോർ റൈറ്റിംഗ് യുവർ ക്ലയൻറ്റ് യൂട്ടിലിറ്റീസ് ആവട്ടെ, ഓട്ടോമേഷൻസ് ആയിക്കോട്ടെ, വാട്ട് എവർ ടൂൾ യു വാണ്ട് ടു റൈറ്റ്, യു ക്യാൻ ഡിപ്പെൻഡ് ഓൺ ദാറ്റ് API contract. Okay, that's a simplest explanation on what is OpenAPI. Okay, OpenAPI എന്താണെന്നുള്ളതിന് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് അത്. അപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പ്രൊജക്റ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ എന്താണ് പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒരു സിമ്പിൾ ടു ഡു ആപ്ലിക്കേഷൻ ആണ് വിത്ത് യൂസർ സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ടു ഡു ആപ്ലിക്കേഷൻ ചൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഇത്തിരി വലിയ വേറെ ഏതെങ്കിലും പ്രൊജക്റ്റ് എടുത്തുകൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു API ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒരു REST API ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളൊരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിൽ കൂടെ പോകാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ളി ആ ഒരു സ്റ്റാൻഡേർഡിൽ കൂടെ, അല്ലെങ്കിൽ എന്താ പറയുക, ഫുള്ളി കുറേ പ്രോസസ്സുകൾ നമ്മൾ ഒഴിവാക്കുന്നുണ്ട് ഇതിൽ തൽക്കാലത്തേക്ക്. കാരണം വേറെ ഒന്നുമല്ല, നമുക്കത് ഒരു ലേണിംഗ് കൂടി നമ്മളിവിടെ Node.js-ന്റെ ഒരു ലേണിംഗ് കൂടി നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം നമ്മൾ എല്ലാം ഫുൾ പ്രോസസ് കൂടെ പോകുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും ചിലപ്പോൾ ഗ്രാസ്പ് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു സെക്ഷൻ ആക്കി എടുക്കുന്നത്. അപ്പോൾ OpenAPI ഞാൻ എന്തുകൊണ്ടൊരു സെഷൻ അതിന് വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ചൊരു അറിവില്ല. OpenAPI കുറിച്ച് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. സോ ഇഫ് യു ആർ ഗോയിങ് ടു ഡു സം API ഡെവലപ്മെന്റ് ഇൻ Node.js, RESTful API ഡെവലപ്മെന്റ്, ദെൻ OpenAPI സ്പെസിഫിക്കേഷൻ എന്തായാലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് വേറെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ GraphQL എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ GraphQL എന്ന് പറഞ്ഞിട്ടുള്ളത് റെസ്റ്റ് പോലത്തെ വേറൊരു ഫോർമാറ്റ് ആണ് ഫോർ ഡാറ്റ ട്രാൻസ്ഫറിങ് എവറിത്തിങ്. റാദർ ഒരു ഫോർമാറ്റ്, ഒരു ഇന്റർഫേസ് ആണെങ്കിൽ അങ്ങനെ കണക്കാക്കാം. അപ്പോൾ അതിനൊക്കെ ബിൽറ്റ് ഇൻ ഡോക്യുമെന്റേഷൻസ് ഉണ്ട്, നമ്മളിപ്പോൾ അതിലോട്ട് പോകണ്ട. അപ്പോൾ RESTful APIs നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ എപ്പോഴും OpenAPI സ്പെസിഫിക്കേഷൻ നിങ്ങൾ മസ്റ്റായും അറിഞ്ഞിരിക്കണം. ഒരു OpenAPI സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്കത് റീഡ് ചെയ്യേണ്ടത് എന്ന് മുതൽ എങ്ങനെയാണോ അത് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനത് സ്ട്രെസ് ചെയ്തിട്ട് ഒരു സെഷനായിട്ട് എടുക്കാൻ തീരുമാനിച്ചത്. അപ്പം നമ്മുടെ പ്രൊജക്റ്റ് വേറെ ഒന്നുമല്ല, ഒരു ടു ഡു ആപ്ലിക്കേഷൻ ആണ്. അതിൽ യൂസർ സപ്പോർട്ട് ഉണ്ടായിരിക്കും, യൂസറിന് രജിസ്ട്രേഷൻ ലോഗിൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ CRUD ഓപ്പറേഷൻസ് ഫോർ ടു ഡൂസ്. അതായത് ഓരോ രജിസ്റ്റർ ചെയ്ത യൂസേഴ്സിനും അവർക്കൊരു ടു ഡൂസ് ക്രിയേറ്റ് ചെയ്യാം, അതിനെ റീഡ് ചെയ്യാം, അതിനെ അപ്ഡേറ്റ് ചെയ്യാം, അതിനെ ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ യൂസറിൻ്റെ ഓതൻറ്റിക്കേഷൻ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത് JWT യൂസ് ചെയ്തിട്ടായിരിക്കും. JWT സ്റ്റാൻഡ്സ് ഫോർ JSON വെബ് ടോക്കൺ. ഓക്കെ, അപ്പോൾ OpenAPI സ്പെസിഫിക്കേഷൻ ബേസിക്സിലോട്ട് നമുക്ക് കിടക്കാം. OpenAPI സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് YAML ആയിട്ടും നിങ്ങൾക്ക് JSON ആയിട്ടും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് ലെവൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് OpenAPI ആണ്. ഒന്ന്, അതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി ഡിനോട്ട് ചെയ്യുന്നത് OpenAPI വേർഷൻ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ടും മേജർ വേർഷനാണ്, ഒന്ന് 2ഉം വേർഷൻ 3യും. അപ്പോൾ വേർഷൻ 3 ആണ് ഏറ്റവും ലേറ്റസ്റ്റ്. അപ്പോൾ നിങ്ങൾ വേർഷൻ 3 എപ്പോഴും യൂസ് ചെയ്യാൻ ശ്രമിക്കാം. 2ൽ നിന്ന് 3ൽ വ്യത്യാസമായിട്ട് സ്ട്രക്ചറിൽ കുറച്ച് വ്യത്യാസമുണ്ട്. സ്ട്രക്ചറിൽ അവർ ഉപയോഗിക്കുന്ന ടെർമിനോളജീസിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ മസ്റ്റായിട്ടും 2 to 3 ഉള്ള, അതുപോലെ തന്നെ ടെർമിനോളജീസ് മാത്രമല്ല ഫംഗ്ഷനിങ്ങിലും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ 2 to 3 നിങ്ങൾ കൺവേർഷൻ വല്ലതും ഓൾറെഡി നിങ്ങൾക്ക് 2ൽ വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് 3ലോട്ട് കൺവേർട്ട് ചെയ്യുക, അതുപോലെ എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ വേർഷനിൽ കൺസിഡർ ചെയ്യുന്നത് 3 ആണ്. 3 വേർഷനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ഇൻഫോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റാഡാറ്റ അബൌട്ട് ദ API ആണ്. നത്തിങ് മച്ച്, നിങ്ങളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന പോലെയാണത്. ഈ പാത്ത്സ് ആണ് അതിൻ്റെ എൻഡ് പോയിന്റ്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻസിനെ എല്ലാം ഡിനോട്ട് ചെയ്യുന്നതാണ് ഈ പാത്ത്. അതുപോലെ കമ്പോണൻസ് ആണ് അതിൻ്റെ ഏറ്റവും വലിയ ടോപ്പ് ലെവൽ പ്രോപ്പർട്ടി. അടുത്തത് അതിലാണ് നമ്മൾ ഈ സ്കീമുകളും റെസ്പോൺസ് സ്ട്രക്ചറുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയാൽ എന്താണ് ഇത് ഭയങ്കര ഡൗട്ട് ആവുന്നുണ്ടല്ലോ, ടഫ് പോലെ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ. ഒന്നും പേടിക്കേണ്ട, ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇതതിൻ്റെ ബേസിക് ഫീച്ചേഴ്സും കാര്യങ്ങളാണ്. നമ്മൾ അത് OpenAPI സ്കീം നമ്മൾ എഴുതുമ്പോഴാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ OpenAPI സ്പെസിഫിക്കേഷൻ നമ്മൾ എഴുതുമ്പോഴാണ് ഇത് ഭയങ്കര സിമ്പിളാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇൻഫോ ആൻഡ് സെർവർ സെക്ഷൻ. ഇൻഫോയിലാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു OpenAPIക്ക് സ്ട്രക്ചർ OpenAPI, ഇൻഫോ, പാത്ത്സ്, കമ്പോണൻസ്, ഇത്രയാണ് അതിൻ്റെ ടോപ്പ് ലെവലായിട്ടുള്ള സ്ട്രക്ചേഴ്സ് വരുന്നത്.
ഓപ്പൺ എ പി എന്ന് പറയുന്നത് അതിന്റെ വേർഷൻ ആണ്. ഫോർ എക്സാമ്പിൾ 3.0.0. അതുപോലെ ഇൻഫോ എന്ന് പറഞ്ഞ അടുത്ത ലെവൽ പ്രോപ്പർട്ടിയാണ്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, വേർഷൻ. ഈ വേർഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എ പിയുടെ വേർഷൻ ആണ്. അതുപോലെ സെർവേഴ്സ്. ഈ സെർവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എവിടെയാണ് ഇത് ഇംപ്ലിമെന്റേഷൻ ചെയ്തിട്ടുള്ളതെന്നാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും യാമൽ അറിഞ്ഞോളണം നിർബന്ധമല്ല. അപ്പോ യാമൽ അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇവിടെ ഈ സെർവേഴ്സിന്റെ ഒബ്ജക്റ്റിന്റെ അടിയിൽ -URL എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് സെർവേഴ്സ് ക്യാൻ ബി ആൻ അറേ എന്നാണ്. അപ്പൊ ഇത് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ URLs നമുക്ക് ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു എക്സ്പെക്ടേഷൻ പല ടൈപ്പിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒന്ന്, ചിലപ്പോൾ നിങ്ങളുടെ APIയുടെ പല പാർട്സ് ചിലപ്പോൾ പല സെർവേഴ്സിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പൊ അതിനെ നിങ്ങൾക്ക് ഇവിടെ യൂണിഫൈ ചെയ്യാം. അതുപോലെ തന്നെ പെർ എൻവിറോൺമെന്റ്, ഫോർ എക്സാമ്പിൾ ഡെവ്, സ്റ്റേജിങ്, പ്രീ പ്രോഡ് അങ്ങനെയുള്ള എൻവിറോൺമെന്റ് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ സെക്ഷൻ തിരിക്കാം. അതിനുവേണ്ടിയാണ് സെർവേഴ്സ് ഒരു അറേ ഓഫ് ആയിട്ട് കിടക്കുന്നത്. അൾട്ടിമേറ്റ്ലി ഇത് നിങ്ങളുടെ ഇംപ്ലിമെന്റേഷന്റെ URL-നെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോക്കലി ആയിരിക്കും ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോക്കൽ ഹോസ്റ്റ് 3000 പോർട്ട് മാറ്റർ അല്ല എങ്കിലും നമ്മൾ കൊടുക്കുന്നു /API എന്നുള്ളതായിരിക്കും അതിന്റെ റൂട്ട് പാത്ത്. URL-ന്റെ റൂട്ട് പാത്ത് അതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു APIയുടെ ഇതിലൊക്കെ നമ്മൾ സഫിക്സ് അങ്ങനെയൊക്കെ റൂട്ട് സഫിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. ദെൻ പാത്ത് സെക്ഷനിലാണ് നമ്മൾ യൂസറിന്റെ എൻഡ് പോയിന്റ്സ്, ഏതെല്ലാം എൻഡ് പോയിന്റ്സ് ആണ് ഈ സെർവറിൽ നമുക്ക് കിട്ടുന്നത്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ API സ്പെക്കിൽ ഏതൊക്കെ സെർവേഴ്സ്, ഏതൊക്കെ എൻഡ് പോയിന്റ്സ് ആണ്, ഏതൊക്കെ URL-കളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ ഇൻഫർമേഷൻ ആണ് ഈ പാത്ത്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഇമേജിൽ. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം പാത്തിന്റെ ഇടയിൽ നമ്മൾ യൂസേഴ്സ് രജിസ്റ്റർ. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസേഴ്സിനെ നമ്മുടെ ഒരു എൻഡ് പോയിന്റ് ഉണ്ട്. അൾട്ടിമേറ്റ്ലി ആ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും: ലോക്കൽ ഹോസ്റ്റ് 3000/API/users/register. അപ്പൊ ആ എൻഡ് പോയിന്റിലോട്ട് ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ആണ് പോസ്റ്റ് ആയിട്ടാണ് നമ്മളത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ സമ്മറി എന്ന് പറയുന്നത് ഈ ഒരു ന്യൂ യൂസറിന് രജിസ്റ്റർ ചെയ്യാനാണ്. അതിന്റെ റിക്വസ്റ്റ് ബോഡി, ഇവിടെയാണ് നമ്മൾ അതിന്റെ റിക്വസ്റ്റ് ബോഡി ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. റിക്വസ്റ്റ് ബോഡിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് റിക്വയർഡ് ആണോ അല്ലേ എന്നുള്ളത്, അതായത് മാൻഡേറ്ററി ആണോ അല്ലെങ്കിൽ നമുക്കത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യമാണ് അത്. പിന്നെ അതിന്റെ കണ്ടന്റ് ടൈപ്പ്, റിക്വസ്റ്റ് ബോഡിയുടെ കണ്ടന്റ് ടൈപ്പ് ആണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ application/JSON, അത് JSON ആയിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ സ്കീമ എന്നൊരു ഒബ്ജക്റ്റ് കാണാം. ഈ സ്കീമ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിക്വസ്റ്റ് ബോഡിയിൽ സെർട്ടൻ ഫീൽഡുകൾ ഉണ്ടായിരിക്കും. ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ ചിലപ്പോൾ പാസ് ചെയ്യുന്നത്. അപ്പൊ ആ പാസ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ ടൈപ്പ് അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എങ്ങനെ വേണം എന്നാണ് നമ്മൾ ഈ സ്കീമയിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് പല ടൈപ്പിൽ ഇത് എഴുതാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ സ്കീമയിൽ ഇവിടെ ഇൻലൈൻ ആയിട്ട് തന്നെ നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മൾ റെഫറൻസ് ചെയ്യുന്നത് കമ്പോണൻസിലെ സ്കീമ എന്ന് പറയുന്ന സെക്ഷനിലെ ഒരു യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ റിക്വസ്റ്റ് ബോഡിയുടെ ടൈപ്പ് അല്ലെങ്കിൽ അതിന്റെ സ്കീമ എന്ന് പറയുന്നത് ഈ യൂസർ ആണ് എന്നാണ് പറയുന്നത്. അതിന്റെ കണ്ടന്റ് ടൈപ്പ് അപ്ലിക്കേഷൻ JSON ആയിരിക്കണം, അത് റിക്വയർഡ് ട്രൂ ആയിരിക്കണം. ഓക്കെ, ഇവിടെ റെസ്പോൺസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇതിലോട്ട് ഒരു ഹിറ്റ് വന്നു കഴിഞ്ഞു വെച്ചാൽ നമ്മൾ എന്തെല്ലാം റെസ്പോൺസുകളായിരിക്കാം എക്സ്പെക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു സക്സസ്ഫുൾ റിക്വസ്റ്റ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഓഫ് കോഴ്സ് പോസ്റ്റ് റിക്വസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബൈ ഡിഫാൾട്ട് ഉള്ളത് 201 ക്രിയേറ്റഡ് HTTP സാറ്റിസ്ഫൈ ക്രിയേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ അത് തിരിച്ച് റിട്ടേൺ ചെയ്യും. ഇനി ഇവിടെ വരാൻ പോകുന്ന വേറൊരു എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 ആണ്. അത് ഒരു ബാഡ് റിക്വസ്റ്റ് വേണമെന്ന് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് 401 അൺഓതറൈസ്ഡ് റെസ്പോൺസ് കൂടി നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. ബിക്കോസ് എന്താണ്, നമ്മൾ യൂസേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ യൂസർ രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ അവിടെ 401 വരില്ല. കാരണം എന്താണ്, യൂസേഴ്സിനെ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത യൂസർ ലോഗിൻ ആണ്. യൂസർ ലോഗിനും ഇതേപോലെ ഒരു പോസ്റ്റ് മെത്തേഡ് ആണ്. അവിടെ നമ്മൾ സമ്മറി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ലോഗിൻ യൂസർ, റിക്വസ്റ്റ് ബോഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റിക്വയർഡ് ട്രൂ ആണ്, JSON ആണ്, സെയിം തന്നെ. അപ്പൊ ഇവിടുത്തെ സ്കീം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് മാറി, യൂസർ അല്ല യൂസർ ലോഗിൻ ആണ്. കാരണം എന്താണ്, ഇവിടെ നമ്മൾ ഒരു പുതിയ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ യൂസറിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഫോർ എക്സാമ്പിൾ യൂസറിന്റെ നെയിം, ഇമെയിൽ, ഡിസ്പ്ലേ നെയിം, പ്രൊഫൈൽ പിക്, വാട്ട് എവർ, അങ്ങനത്തെ ഇൻഫർമേഷൻസ് മാത്രമാണ് നമ്മൾ ഇവിടെ ക്യാപ്ചർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു യൂസർ ലോഗിൻ ചെയ്യാണ്. അപ്പൊ നമുക്ക് ലോഗിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അൾട്ടിമേറ്റ്ലി എന്താണ്, ഒരു
ഇമെയിൽ അല്ലെങ്കിൽ ഒരു പാസ്വേഡ് അല്ലെങ്കിൽ ഒരു യൂസർ നെയിം അല്ലെങ്കിൽ പാസ്വേഡ് അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ, അത്ര ഇൻഫർമേഷൻ മതി. അപ്പൊ ഇതിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താണ്? 200 ഓക്കെ ആണ്, അല്ലെങ്കിൽ 201 യൂസർ ലോഗിൻ ഇൻ ആണ്. ഇപ്പൊ നോർമലി നമ്മളിതൊരു റിസോഴ്സ് ക്രിയേറ്റഡിലാണ് നമ്മൾ 201 കൊടുക്കുക. ഇവിടെ നമ്മൾ യൂസേഴ്സ് ലോഗിൻ ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 200 ഓക്കെ തിരിച്ചു കൊടുത്താലും മതി. either is fine. ഓക്കെ, ദെൻ 400 ആണ് ഇൻവാൾഡ് ഇൻപുട്ട്. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു വാലിഡേഷൻ നമ്മളവിടെ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കും. അതിന്റെ റിസൾട്ടാണ് ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറയാം. ദെൻ 401 ഡിസ്ക്രിപ്ഷൻ അൺഓതറൈസ്ഡ്. അപ്പൊ അൺഓതറൈസ്ഡ് റെസ്പോൺസ് നമുക്ക് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം. കാരണം എന്താണ്? ഒരു ബാഡ് ആയിട്ടുള്ള യൂസർ നെയിം പാസ്വേഡും വെച്ച് ഒരാൾ യൂസർ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന്. അതുകൊണ്ടാണ് നമ്മൾ 401. അപ്പോൾ ഇത്രയും ഇത് ഡിഫൈൻ ചെയ്യുക. അതുപോലെ തന്നെ ടു ഡൂസിന് നമുക്ക് കാണാം. അപ്പൊ ഞാൻ വേറൊരു കാര്യം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയിട്ടുണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായി ആക്ച്വലി. ഇപ്പോൾ നമ്മളിത് കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ എ പി ഇൻഫോ ടൈറ്റിൽ, ഓക്കെ ഇത് ടു ഡു എ പി ആണ്, എ പി ഫോർ മാനേജ് ടു ഡൂസ് ഓതന്റിക്കേഷൻ, ഓക്കെ സർവീസ് ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പാത്ത് ഇതാണ്. അപ്പോൾ യൂസർ രജിസ്ട്രേഷൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ ഓപ്പൺ എ പി സ്പെക്ക് നോക്കുക, അല്ലെങ്കിൽ ഓപ്പൺ എ പി സ്പെക്ക് യൂട്ടിലൈസ് ചെയ്ത് ഡിപ്ലോയ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റേഷൻ സൈറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റുന്നത് യൂസേഴ്സ് രജിസ്റ്റർ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു യൂസർ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ /user/register എന്നുള്ള എൻ പോയിന്റിലോട്ട് ഹിറ്റ് ചെയ്താൽ മതി വിത്ത് ഈ സ്കീമ. അതുപോലെ ലോഗിൻ ചെയ്യണമെങ്കിൽ ഈ സ്കീമ വെച്ചിട്ട് ഹിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അവിടുത്തെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എറർ റെസ്പോൺസ് കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് എറർ ഹാൻഡ്ലിംഗ് നമ്മുടെ സൈഡിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തു വെക്കാം. ഇന്റഗ്രേഷൻ API ഇന്റഗ്രേഷൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ചെയ്തു വെക്കാം. അതുപോലെ ടു ഡൂസിന് നമുക്ക് ഇതുപോലെ ഗെറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. കാരണം എല്ലാ ടു ഡൂസിനെയും ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പുതിയൊരു ആർഗ്യുമെന്റ് നമുക്ക് കാണാം, സെക്യൂരിറ്റി. ഓക്കെ, സെക്യൂരിറ്റി ബെയറർ ഓത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണാം. അതെന്താ വെച്ച് കഴിഞ്ഞു വെച്ചാൽ ഈ ടു ഡൂസ് ആക്ച്വലി ഒരു പ്രൊട്ടക്റ്റഡ് എൻഡ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ടു ഡൂസിലോട്ട് ഒരു ഹിറ്റ് വരുമ്പോൾ നമുക്ക് എന്ത് വേണം? നമ്മൾക്ക് JWT ടോക്കൺ, നമ്മൾ യൂസർ ലോഗിന്റെ ടോക്കൺ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് പാസ് ചെയ്യണം. ആ യൂസർ ലോഗിൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ പ്രൊട്ടക്റ്റഡ് ആക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു എൻട്രി, ഒരു ഫീൽഡ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ സെക്യൂരിറ്റിയുടെ സ്കീമിൽ നമ്മൾ അടുത്ത സെക്ഷനിൽ നമ്മൾ നോക്കുന്നതാണ്. അപ്പൊ നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദെൻ ഇവിടെയും ഇതേപോലെ സെയിം റെസ്പോൺസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു പ്രത്യേക കാണാം, ഇവിടെ സ്കീമ ടൈപ്പ് അറയാണ്. നേരത്തെ നമ്മൾ ഇവിടെ സ്കീമയുടെ ടൈപ്പ് നമ്മൾ ഡയറക്റ്റ്ലി റെഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് യൂസർ ആണെന്നുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സ്കീമയുടെ ടൈപ്പ് അറയാണ്. അതിൻ്റെ ഉള്ളിൽ ഐറ്റംസ് ഉണ്ട്, ഒരറയിലെ ഒബ്ജക്റ്റുകൾ ഉണ്ട്. ആ ഒബ്ജക്റ്റിന്റെ ടൈപ്പ് ടു ഡു എന്നുള്ളതാണ്. ഇതെന്തുകൊണ്ടാണ്? കാരണം നമ്മളൊരു ടു ഡൂസ് എല്ലാ ടു ഡൂസിനെയും ലിസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ടു ഡൂസ് മൾട്ടിപ്പിൾ ടു ഡു ടൈപ്പുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊരു അറയായിട്ടായിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഇവിടെ എന്താണ് 401 വരാൻ കാരണം എന്താണ്? ഇത് അൺഓതറൈസ്ഡ് റിക്വസ്റ്റ് വരാൻ കാരണം വല്ല ലോഗിൻ ചെയ്യാത്ത വല്ല യൂസർ വല്ലവരും ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അൺഓതറൈസ്ഡ് കൊടുക്കും. സിമിലർലി പോസ്റ്റിന് നമുക്കിവിടെ ക്രിയേറ്റ് ന്യൂ ടു ഡു ഉണ്ട്. അപ്പൊ ഇതെല്ലാം സെയിം ആണ്. ഇവിടെ ഒരു ആകെ വ്യത്യാസം നമ്മൾ സെക്യൂരിറ്റി സ്കീം വന്നു എന്നുള്ളതാണ്. പാത്ത് സെക്ഷന്റെ തന്നെ അഡീഷണൽ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം ടു ഡു /ID. ഓക്കെ, ഇത് മീൻ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഡൈനാമിക് ആയിട്ട് ഒരു പർട്ടിക്കുലർ ID ഉള്ള ടു ഡുവിന്റെ ഇൻഫർമേഷൻ എടുക്കുകയാണ്. സോ അങ്ങനത്തെ കേസുകൾ ഒരുപാട് നമുക്ക് എന്താണ് API ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് വരാം. ആ ഒരു കേസ് ഹാൻഡിൽ ചെയ്യുന്നതാണ് ഈ ടു ഡു /ID എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ടു ഡു എന്നുള്ള ഈ ഒരു ഐഡിയ, ഒരു API ഡെവലപ്മെന്റ് ഞാൻ എടുക്കാൻ കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ഇത് ഭയങ്കര സിമ്പിൾ ആണ്. പക്ഷേ നമ്മുടെ API ഡെവലപ്മെന്റിന്റെ ഒരുവിധ എല്ലാ കോർണർ സെനാരിയോ കൂടി നമുക്ക് കടന്നു പോകാൻ പറ്റും. അപ്പൊ ഇവിടെ ID, അപ്പൊ ഇവിടെ എന്താണ് നമുക്കിത് കാണാം, ഇത് പാരാമീറ്റർ ആണ്. അപ്പൊ ഈ പാരാമീറ്റേഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ നമുക്കൊരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. ഇതേപോലെ പാരാമീറ്റേഴ്സ്, അവിടെ നമുക്ക് ഒരു അറയാണ്. കാരണം എന്താണ്? നമുക്ക് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ പാരാമീറ്റേഴ്സ് നെയിം ID ഇൻ എവിടെയാണ് ഇത് ഉണ്ടാവുക? പാത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ഹെഡറിലും അങ്ങനെയൊക്കെ കാര്യം നമുക്ക് ഡിഫൈൻ ചെയ്യാം. റിക്കോർഡ് ആണോ? അതിന്റെ സ്കീം എന്താണ്? അതിനും ഒരു സ്കീം നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ടൈപ്പ് സ്ട്രിങ് ആണ്. ഓക്കെ, സിമ്പിൾ ആണ്.
അതുപോലെ നമ്മൾ അടുത്തത് പുട്ട്. ഇവിടെയും സിമിലർലി നമ്മൾ എന്താണ് പാരാമീറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഈ ടു ഡു സ്ലാഷ് ഐ ഡിയിൽ തന്നെ നമുക്ക് പുട്ട് ഓപ്പറേഷൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പാരാമീറ്റേഴ്സ് ഐ ഡി പാത്തിൽ തന്നെയാണ് നമ്മളത് ആ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടു ഡു സ്ലാഷ് ഐ ഡി വെച്ച് നമുക്ക് ഡിലീറ്റ് ഓപ്പറേഷനും വരാം. ഓക്കെ, സെയിം പാത്തിൽ തന്നെ നമുക്ക് സെയിം യു ആർ എൽ തന്നെ ആയിരിക്കും, പക്ഷെ ഡിഫറെൻറ്റ് HTTP മെത്തേഡ്സുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. സോറി, അതെ, HTTP മെത്തേഡുകളായിരിക്കും ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഗെറ്റ്, പുട്ട്, ഡിലീറ്റ് വിത്ത് സെയിം ടു ഡു സ്ലാഷ് ഐ ഡി. അപ്പോൾ ഇവിടെ എല്ലാം സെയിം ആണ്. അതുപോലെ തന്നെ കമ്പോണന്റ് സെക്ഷൻ, ഇനി സ്കീമുകളാണ്. ഈ സ്കീമാണ് ഇതിൻ്റെ ഒരു മേജർ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഈ സ്കീം നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ റീയൂസബിൾ ആയിട്ടായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു യൂസർ ടൈപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ എവിടെയൊക്കെയാണോ നമുക്ക് യൂസർ റിട്ടേൺ ചെയ്യേണ്ടത് അവിടെയൊക്കെ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, റെഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സ്കീമ ഡിഫൈൻ ചെയ്യാൻ കമ്പോണൻസിൻ്റെ അടിയിലാണ് വരുന്നത്. കമ്പോണൻസിൻ്റെ അടിയിൽ സ്കീമാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ അടിയിലാണ് നമ്മുടെ വരുന്നത്. അപ്പോൾ യൂസർ, അതിൻ്റെ ടൈപ്പ് ഒബ്ജക്റ്റ്, ഇതിൻ്റെ ഈ യൂസറിൻ്റെ ടൈപ്പാണ് ഉപയോഗിക്കുന്നത്, ഈ സ്കീമയുടെ ടൈപ്പ്. അതിൽ പ്രോപ്പർട്ടീസ് വരുന്ന പ്രോപ്പർട്ടി യൂസർ നെയിം, പാസ്വേഡ് ആണ് വരുന്നത്. അതിൽ തന്നെ ഇതിൽ ഏത് പ്രോപ്പർട്ടീസ് ഒക്കെയാണ് റിക്വയർഡ് ആണെന്നുള്ളത് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. സിമിലർലി യൂസർ ലോഗിൻ, ടു ഡു എല്ലാം നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യും. അതുപോലെ സെക്യൂരിറ്റി സ്കീംസ്, നേരത്തെ നമ്മൾ കണ്ടു സെക്യൂരിറ്റി സ്കീംസ്. സെക്യൂരിറ്റി സ്കീംസ് അഡീഷണൽ ഒരു സെക്ഷൻ ആയിട്ടാണ് വരുന്നത്. ഈ സെക്യൂരിറ്റി സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ എന്ത് സെക്യൂരിറ്റിക്കാണ് നമ്മുടെ API എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ API യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കേസിൽ നമുക്കൊരു JWT ആണ്. അപ്പോൾ JWT കേസിൽ നമുക്ക് ബെയറർ ഓത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്യൂരിറ്റി സ്കീം ഉപയോഗിക്കാം. അതിൻ്റെ ടൈപ്പ് HTTP ആയിരിക്കും, സ്കീം ബെയറർ ആയിരിക്കും, ബെയറർ ഫോർമാറ്റ് JWT ആയിരിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ബേസിക് ഓതന്റിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ഇവിടുത്തെ സ്കീം മാറ്റാൻ പറ്റും. അങ്ങനെ ഒരുപാട് സ്കീം, അത് ശരിക്കും കുറേ സ്കീം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വൺസ് ഇതിനെക്കുറിച്ച് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആയി കഴിഞ്ഞ് വെച്ചാൽ ഓപ്പൺ APIയുടെ സ്പെസിഫിക്കേഷൻ്റെ ഡോക്യുമെൻറ്റേഷൻ വായിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി നിങ്ങൾ സെക്യൂരിറ്റി സ്കീംസിനെ കുറിച്ച് അത്ര ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യരുതെന്നല്ല. പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും ഓക്കെ, ദാറ്റ്സ് ഫൈൻ. നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ഒരു സ്കീമ ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ, ഫോർ എക്സാമ്പിൾ അതിൻ്റെ പാരാമീറ്റേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത്, റെസ്പോൺസ് ഡിഫൈൻ ചെയ്യുന്നത്. ഇതാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും ലാസ്റ്റ് നിങ്ങളിത് പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് സെക്യൂരിറ്റി സ്കീമിന് ഫോക്കസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഒരു ഓപ്പൺ APIയുടെ സ്ട്രക്ചർ നമ്മൾ കണ്ടു. എനിക്കറിയാം ഇത് നമ്മൾ ചുമ്മാ സ്ലൈഡ് കൂടെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി വീഡിയോ നമ്മൾ ഓപ്പൺ API സ്പെക്ക്, നമ്മുടെ ടുഡുവിൻ്റെ ഓപ്പൺ API സ്പെക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഓപ്പൺ API ഡോക്യുമെൻറ്റേഷൻ ടൂൾസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഓപ്പൺ API ഡോക്യുമെൻറ്റേഷൻ ടൂൾസ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞു വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഓപ്പൺ API മെഷീൻ റീഡബിൾ ആണ്. അപ്പോൾ മെഷീൻ റീഡബിളിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു വെച്ചാൽ മെഷീൻ റീഡബിൾ ആയിട്ടുള്ള ഫോർമാറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഡോക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഫയൽസിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പല ടൈപ്പ് ലെവലിൽ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ് ഡോക്യുമെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാവും നമ്മളെല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചുമ്മാ ഒരു ഡോക്യുമെൻറ്റേഷൻ വായിക്കുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇതൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഇന്ന ഓപ്പറേഷൻസ് ഉണ്ട്, അതിന് ഇതാണ് റിക്വയർഡ് കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ കിട്ടുന്നതിനെല്ലാം നല്ല വൃത്തിയിൽ നല്ല ഒരു ഓട്ടോമാറ്റഡ് ഡോക്യുമെൻറ്റേഷൻ ജനറേഷൻ ടൂളിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് വൃത്തിയായിട്ടൊരു വെബ്സൈറ്റ് പോലെ നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ടൂളുകളാണ് ഓപ്പൺ API ഡോക്യുമെൻറ്റേഷൻ ടൂൾ. അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള വരുന്നതാണ് സ്വാഗർ UI. അപ്പം നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന വല്ലവരും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മേ ബി ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ റീഡോക്ക്, അത് വേറൊരു പോളിഷർ ലുക്ക് എന്ന വേറൊരു സൈറ്റാണ്. അതുപോലെ തന്നെ readme.io, ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ല. readme.io ആസ് അനദർ സൈറ്റ്, അത് ഈ ഓപ്പൺ API സ്പെക്ക് ഉപയോഗിച്ച് ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ പോസ്റ്റ്മാനിൽ നമുക്ക് ഓപ്പൺ API സ്പെക്ക് എല്ലാം ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കും.
അതുപോലെ തന്നെ വേറൊരു സംഭവം ഓപ്പൺ API സ്പെക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പൺ API സ്പെക്ക് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ നിങ്ങളുടെ വെബ് സെർവർ ഡിപ്ലോയ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അവർക്ക് അവരുടെ ഡെവലപ്മെന്റിനെ ബ്ലോക്ക് ആക്കില്ലത്. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോക്ക് ഡാറ്റ കൊടുക്കാനുള്ള ഒരു വഴിയും കൂടി ഓപ്പൺ APIയിലുണ്ട്. അങ്ങനെ ആകുമ്പോൾ അവർക്ക് എന്താണ്, അവർക്ക് ഓപ്പൺ API സ്പെക്ക് ചുമ്മാ ഹോസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഒരു ഓട്ടോമേറ്റഡ് സെർവർ സെറ്റപ്പ് ചെയ്യാം വിത്ത് മോക്ക് ഡാറ്റ, ആൻഡ് ദേ ആർ റെഡി ഫോർ ഡെവലപ്മെന്റ്, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ API ഗേറ്റ്വേസ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് ടെക്നോളജീസ് ഉണ്ട്. അപ്പോൾ ഒട്ടുമിക്ക API ഗേറ്റ്വേസും ഓപ്പൺ APIന്റെ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു API ഗേറ്റ്വേ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ അതിലോട്ട് ഓപ്പൺ API ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ ആ ഓപ്പൺ API ഗേറ്റ്വേ ഓട്ടോമാറ്റിക്കലി റെഡി ഫോർ ഹാൻഡ്ലിംഗ് യുവർ റിക്വസ്റ്റ് വിത്ത് മോക്ക് ഡാറ്റ. ഈ മോക്ക് ഡാറ്റ സെറ്റപ്പ് ചിലപ്പോൾ അഡീഷണലി നമ്മൾ ചെയ്യണം. എങ്ങനെ, ഓപ്പൺ APIയിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും മോക്ക് ഡാറ്റ ഇൻഫർമേഷൻ. ബെനിഫിറ്റ് ഓഫ് ഓപ്പൺ API ഞാൻ പറഞ്ഞ പോലെ clear documentation, easy integration, automated validation of requests and response payloads, as simple as that. അപ്പോൾ നമ്മളൊരു എങ്ങനെയാണ് ഒരു ഓപ്പൺ API സ്പെസിഫിക്കേഷൻ എന്താണ്, എങ്ങനെയാണ് നമുക്ക് അതിനെ ഏകദേശം അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു. ഒരു സിമ്പിൾ ഇൻട്രൊഡക്ഷൻ ആണ് എനിക്കറിയാം, പക്ഷേ ഞാൻ കൂടുതൽ അത് ടെക്നിക്കലി ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നിങ്ങൾക്ക് ഇത് മനസ്സിലായാൽ മതി ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത് ഓപ്പൺ API. ഓക്കെ, ദെൻ നിങ്ങളുടെ ക്യൂരിയോസിറ്റി വെച്ച് നിങ്ങൾ എന്തായാലും അവിടെ പോയിട്ട് നോക്കും ഓപ്പൺ APIയുടെ സൈറ്റിൽ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാനിവിടെ പറഞ്ഞു വെച്ചിട്ടൊന്നുമല്ല, നിങ്ങൾ ശരിക്കും എന്ത് ചെയ്യണം, നിങ്ങൾ അതിൻ്റെ സൈറ്റിൽ പോകണം, ഡോക്യുമെന്റേഷൻ സൈറ്റിൽ പോകണം, വായിക്കണം. മിനിമം ലെവലിൽ, ഏറ്റവും ബേസിക് ലെവലിൽ ഫസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു സിമ്പിൾ API ഇതാക്കുക, അതിൻ്റെ ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യുക, റിക്വസ്റ്റ് റെസ്പോൺസ് മാപ്പ് ചെയ്യാൻ പഠിക്കുക, സ്കീമ ജനറേറ്റ് ചെയ്യാൻ പഠിക്കുക. അത്രയും മതി ഇനീഷ്യൽ ലെവലിൽ. അത് നിങ്ങൾ കണ്ടിന്യൂസ് ലെവൽ ഓൾറെഡി സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സെക്യൂരിറ്റി സ്കീമിലോട്ട് പോവുക, അടുത്ത ലെവലിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇതാകുക, ഫർദർ എക്സ്പ്ലോർ ചെയ്യുക, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു കോംപ്ലക്സ് സ്റ്റേറ്റിനെ നിങ്ങൾക്ക് അതിൽ മാപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കുക. ദാറ്റ്സ് ദ മെയിൻ തിങ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഇതിൽ. ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഓപ്പൺ API സ്പെക്ക്, നമ്മൾ പറഞ്ഞ സ്പെക്ക് നമ്മുടെ ടു ഡു വെന്നിന് വേണ്ടിയിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം.